അടിമാലി താലൂക്ക് ആശുപത്രിയിൽ കാർഡിയോളജി ഒ പി വിഭാഗം പ്രവർത്തനം ആരംഭിക്കാനുള്ള തീരുമാനം അട്ടിമറിക്കപ്പെട്ടുവെന്ന ആരോപണവുമായി അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് UDF ഭരണസമിതി അംഗങ്ങൾ രംഗത്ത്. കഴിഞ്ഞ 6-നായിരുന്നു താലൂക്ക് ആശുപത്രിയിൽ കാർഡിയോളജി വിഭാഗം പ്രവർത്തനം ആരംഭിക്കുന്നത് സംബന്ധിച്ച ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ ഉത്തരവിറങ്ങിയത്. എന്നാൽ 2 ദിവസത്തിനുള്ളിൽ ഈ ഉത്തരവ് അട്ടിമറിക്കപ്പെട്ടുവെന്ന് UDF ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ ആരോപിക്കുന്നു. ഇതിൽ പ്രതിഷേധിച്ച് UDF ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ ആശുപത്രിക്ക് മുമ്പിൽ പ്രതിഷേധ സമരം നടത്തി. അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ഹൃദയ സംബന്ധമായ ചികിത്സ ആരംഭിക്കണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. ഹൈറേഞ്ച് മേഖലയിലെ ആളുകൾക്ക് പ്രതീക്ഷ നൽകിയായിരുന്നു കഴിഞ്ഞ ബുധനാഴ്ച അടിമാലി താലൂക്ക് ആശുപത്രിയിൽ കാർഡിയോളജി OP വിഭാഗം പ്രവർത്തന സജ്ജമാക്കുന്നത് സംബന്ധിച്ച ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ ഉത്തരവിറങ്ങിയത്. നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിലെ ജനറൽ മെഡിസിൻ വിഭാഗം ജൂനിയർ കൺസൾട്ടന്റിനെ ആഴ്ചയിൽ 1 ദിവസം അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയ്ക്കായി നിയമിച്ച് കാർഡിയോളജി OP വിഭാഗം പ്രവർത്തനം ആരംഭിക്കുന്ന വിധമായിരുന്നു ക്രമീകരണം ഒരുക്കിയിരുന്നത്. എന്നാൽ 2 ദിവസത്തിനുള്ളിൽ ഈ ഉത്തരവ് അട്ടിമറിക്കപ്പെട്ടുവെന്നാണ് അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് UDF ഭരണസമിതിയുടെ ആരോപണം. 1 ദിവസം വിട്ടുതന്നുകൊണ്ടുള്ള ഉത്തരവ് ഇവിടെ ഇറക്കി. ഇപ്പോഴുള്ള കാര്യമെന്ന് പറയുന്നത് നിലവിലുള്ള സാഹചര്യം വളരെ കാര്യഗൗരവമായി നമ്മൾ ചിന്തിക്കേണ്ട ഒരു പ്രശ്നം എന്ത് എന്ന് ചോദിച്ചാൽ, ഇന്ന് രാവിലെ പറഞ്ഞിരിക്കുന്നു DMOയെ വിളിച്ച് DHS പറഞ്ഞിരിക്കുന്നു ഒരു കാരണവശാലും അടിമാലി താലൂക്ക് ആശുപത്രിയിൽ കാർഡിയോളജി OP അനുവദിക്കുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. സംഭവത്തിൽ പ്രതിഷേധിച്ച് അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് UDF ഭരണസമിതി അംഗങ്ങളുടെ നേതൃത്വത്തിൽ അടിമാലി താലൂക്ക് ആശുപത്രിക്ക് മുമ്പിൽ പ്രതിഷേധിച്ചു. നിങ്ങൾക്കെതിരെ പ്രതിഷേധം, കോൺഗ്രസിന്റെ പ്രതിഷേധം, കാർഡിയാക് ചികിത്സയുമായി ബന്ധപ്പെട്ടുള്ള എക്കോ, TMD ഉൾപ്പെടെയുള്ള വിവിധ മെഷീനറികളും മറ്റും ആശുപത്രിയിൽ ലഭിച്ചിട്ടുണ്ടെങ്കിലും ഡോക്ടറെ നിയമിക്കുന്നതിന് നടപടി സ്വീകരിച്ചിരുന്നില്ല. ഇത് സംബന്ധിച്ച് കഴിഞ്ഞ 14-ന് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയും 16-ന് ആശുപത്രി സൂപ്രണ്ടും ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് കത്തു നൽകിയിരുന്നു. ഇതിന് പിന്നാലെയായിരുന്നു കാർഡിയോളജി OP വിഭാഗം പ്രവർത്തനം ആരംഭിക്കുന്നത് സംബന്ധിച്ച ഉത്തരവിറങ്ങിയത്. ഹൃദയ സംബന്ധമായ ചികിത്സാ ആവശ്യങ്ങൾക്ക് നിലവിൽ ഹൈറേഞ്ചിൽ നിന്നുള്ള രോഗികൾക്ക് സർക്കാർ ആശുപത്രിയിൽ ചികിത്സ ലഭിക്കുന്നതിന് 150 കിലോമീറ്റർ ദൂരത്തുള്ള കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തേണ്ട സ്ഥിതിയാണുള്ളത്. ഈ സാഹചര്യത്തിലായിരുന്നു കാർഡിയോളജി OP വിഭാഗം പ്രവർത്തനം ആരംഭിക്കുന്നത് സംബന്ധിച്ച ഉത്തരവിറങ്ങിയതും ആളുകൾ പ്രതീക്ഷയോടെ ഇതിനെ നോക്കിക്കണ്ടതും. ഈ ഉത്തരവ് അട്ടിമറിക്കപ്പെട്ടുവെന്ന ആക്ഷേപമാണിപ്പോൾ ഉയർന്നിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, അടിമാലി.